ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. എറണാകുളത്ത് നിന്ന് കോതമംഗലം തലക്കോട് വഴിയും അടിവാട്, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, കാളിയാർ, വണ്ണപ്പുറം വഴിയും ഇവിടെ എത്താം. കോതമംഗലത്ത് നിന്ന് ഏകദേശം 26 കിലോമീറ്റർ, മൂവാറ്റുപുഴയിൽ നിന്ന് 25 കിലോമീറ്റർ, തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ എന്നിങ്ങനെയാണ് കോട്ടപ്പാറയിലേക്കുള്ള ദൂരം. കോതമംഗലത്ത് നിന്ന് തലക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിലൂടെ ചുള്ളിക്കണ്ടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് പള്ളിക്കവലയിൽ നിന്ന് മുള്ളരിങ്ങാട് സെയിന്റ് മേരീസ് ചാപ്പലിന്റെ വശത്തുകൂടി കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് തിരിയുന്ന ഒരു ചെറിയ വഴി കാണാം. ഈ വഴിയിലൂടെ കുത്തനെ മുകളിലേക്ക് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടപ്പാറയിലെത്താം. തലക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ചുള്ളിക്കണ്ടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴിയുള്ള വനയാത്ര ഒരു സാഹസിക അനുഭവമാണ്. കോതമംഗലത്ത് നിന്ന് തലക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് കടന്ന് ഈ ടാറിട്ട കാട്ടുപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വന്യമായ ഒരു തണുപ്പും നിശബ്ദതയും നമ്മെ സ്വാഗതം ചെയ്യും. ഇടതൂർന്ന കാടും കാടിന്റെ ഭീകരതയും അനുഭവപ്പെടും. യാത്രയുടെ തുടക്കത്തിൽ തന്നെ വഴിയുടെ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന മരങ്ങളെ കാണാം. അവ സൂര്യപ്രകാശത്തെ പോലും മറയ്ക്കുന്നു. ഈ വഴിയിൽ ആന ഇറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് വനപാലകർ വഴിയുടെ ചില ഭാഗങ്ങളിൽ വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. ഈ വേലി കാണുമ്പോൾ ആനയെ നേരിട്ട് കാണുന്നതിന്റെ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. കാടിന്റെ ഭാഗമായതിനാൽ ഈ വേലികൾ യാത്രക്കാരിൽ ആകാംക്ഷ ഉണർത്താൻ ഇടയുണ്ട്. യാത്രാവേളയിൽ ചിലയിടങ്ങളിൽ വലിയ പാറമലകൾ കാണാം. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അരുവികളും ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്ത് ഇവയിലെ ജലം വറ്റുമെങ്കിലും മഴക്കാലത്ത് നല്ല ഒഴുക്കാണ്. പച്ചപ്പിന്റെ ഈ ഇടനാഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ മനോഹാരിത പതിയെ തെളിഞ്ഞു വരും. ഓരോ നിമിഷവും ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര ഭംഗിയുള്ള ഒരു ദൃശ്യവിരുന്നാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. റോഡിനിരുവശവും തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളും കുളിരുള്ള കാറ്റും യാത്രയ്ക്ക് കൂടുതൽ ഉന്മേഷം പകരുന്നു. ഇടയ്ക്കിടെ കാണുന്ന കൊച്ചരുവികളും വഴിയോരത്തെ കാഴ്ചകളും ഈ യാത്രയുടെ പ്രത്യേകതയാണ്. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ പറ്റിയ ഒരിടം.
ചിലയിടങ്ങളിൽ മരങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ താഴേക്ക് ഊർന്നിറങ്ങുന്നത് കാണാൻ നല്ല കൗതുകമാണ്. ഈ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാടിന്റെ കാഴ്ചകൾ നമ്മെ അതിശയിപ്പിക്കും. ചിലപ്പോൾ വഴിയിൽ വൻമരങ്ങൾ കടപുഴകി വീണുകിടക്കുന്നത് കാണാം. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും ഇരുട്ടുമൊക്കെ പകരുന്ന പേടി യാത്രാനുഭവത്തെ കൂടുതൽ രസകരമാക്കുന്നു. മരങ്ങൾക്കിടയിലൂടെയുള്ള കാറ്റിന്റെ മൂളലും വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങളും ഈ പേടിക്ക് ആക്കം കൂട്ടുന്നു. ഈ കാനന ഭംഗിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പള്ളിക്കവലയിലേക്കുള്ള അപകടകരമായ ഒരു ചെറിയ പാലം നമ്മെ സ്വാഗതം ചെയ്യും. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. പാലം തിരിയാതെ നേരെ വന്നാലും മുള്ളരിങ്ങാട്ടെത്താം. പാലത്തിൽ നിന്ന് മുള്ളരിങ്ങാട്ട് പ്രദേശത്തേക്കുള്ള യാത്രയും അത്യാകർഷകമാണ്. മലയോര ഗ്രാമഭംഗിയും നിഷ്കളങ്കതയും വനഭംഗിയും നിറഞ്ഞ ഈ യാത്രാനുഭവം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാൾ തങ്ങി നിൽക്കും എന്നതിൽ സംശയമില്ല. പ്രകൃതിയുടെ സ്വർഗമായ മുള്ളരിങ്ങാടിന്റെ ഭംഗി വാക്കുകളിൽ ഒതുക്കാനാവില്ല. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇവിടം വല്ലാത്തൊരനുഭൂതിയാണ് പകർന്നു കൊടുക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഇടം. ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ഇവിടുത്തെ ഓരോ മനുഷ്യമുഖത്തും കാണാം. ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം തികച്ചും സൗഹൃദപരവും ഊഷ്മളവുമാണ്. തിരക്കിട്ട നഗരജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമാനുഭവം തികച്ചും ആശ്വാസകരമാണ്. സെയിന്റ് മേരീസ് ചാപ്പലിന്റെ വശത്തുകൂടി കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് തിരിയുന്ന ഒരു ചെറിയ വഴി കാണാം. ഈ വഴിയിലൂടെ കുത്തനെ മുകളിലേക്ക് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടപ്പാറയിലെത്താം. മണ്ണും മനസ്സും തഴുകിയൊഴുകുന്ന ചെറു നീർച്ചാലുകളും പച്ചപ്പട്ടു വിരിച്ച മലനിരകളും കണ്ട് ഒരു യാത്ര. ഇടുക്കിയുടെ സൗന്ദര്യത്തിലേക്കുള്ള ഈ 2.5 കിലോമീറ്റർ മലകയറ്റം തികച്ചും സാഹസികമാണ്. വളരെ വൃത്തിയുള്ള ടാറിട്ട വഴിയാണിത്. മുന്നോട്ടുള്ള ഓരോ വളവിലും പ്രകൃതി പുതിയൊരു കാഴ്ചയുടെ വിസ്മയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. മുമ്പ് വളരെ ദുർഘടം പിടിച്ച മോശമായ റോഡായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഏത് വാഹനത്തിനും അനായാസം എത്തിച്ചേരാൻ കഴിയുന്ന നല്ല റോഡാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഹൈറേഞ്ചിന്റെ പ്രകൃതി ഭംഗി അടുത്തറിയും. കയറ്റം തുടങ്ങുന്നതിന് മുമ്പ് ഇരുവശങ്ങളിലും സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളാണ്. മുള്ളരിങ്ങാട് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായ ദൃശ്യാനുഭവം നൽകുന്ന സ്ഥലങ്ങൾ അനേകമുണ്ട്. വളഞ്ഞും പുളഞ്ഞും മുന്നോട്ടു പോകുന്ന പാതയിൽ നിന്നുള്ള ദൂരക്കാഴ്ച ഏറെ രസകരമാണ്. കോടമഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന മലനിരകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പച്ചവിരിപ്പിട്ട പ്രകൃതി, കൃഷിയിടങ്ങളുടെ സമൃദ്ധി, തമ്മിൽ മുട്ടിയുരുമി നിൽക്കുന്ന മരക്കൂട്ടങ്ങൾ തുടങ്ങി കണ്ണെടുക്കാനാവാത്ത വിധം മനോഹരമാണ് ഈ കുന്നിൻപുറ കാഴ്ചകൾ. വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇടുക്കിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കാഴ്ച നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കും. കോട്ടപ്പാറയുടെ മനോഹാരിതയിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന പുണ്യസ്ഥലമാണ് ലൂർദ് മാതാ കുരിശും തൊട്ടി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഏതൊരാളുടെ മനസ്സിലും ഭക്തിയും സമാധാനവും നിറയ്ക്കുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശും തൊട്ടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം ഒരു ആത്മീയ അനുഭൂതിയും ലഭിക്കുന്നു.
കോട്ടപ്പാറ മലമുകളിലേക്ക് കാൽനടയായി മാത്രമേ എത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രക്കിംഗ് അനുഭവം പോലെ ആസ്വദിക്കാൻ കഴിയും. ഇവിടെ ക്യാമ്പിംഗ്, ട്രക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ട് താനും. സൂര്യന്റെ ചുവപ്പ് രാശിയിൽ കുളിച്ചു നിൽക്കുന്ന താഴ്വരയുടെ ഭംഗിയും കോട്ടപ്പാറയുടെ സൗന്ദര്യം ഇരട്ടിപ്പിക്കുന്നു. സാഹസിക യാത്രികർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. മലമുകളിൽ നിന്ന് നോക്കിയാൽ വണ്ണപ്പുറം, കരിമണ്ണൂർ, ആലക്കോട് തുടങ്ങിയ സ്ഥലങ്ങൾ കാണാം. പച്ചപുതച്ച താഴ്വാരങ്ങളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴകളും കോട്ടപ്പാറയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. ഈ യാത്രയിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോട്ടപ്പാറയിലേക്കുള്ള വഴി വളരെ അപകടം നിറഞ്ഞതാണ്. കാൽ വഴുതാനും ശക്തമായ കാറ്റിൽ ബാലൻസ് തെറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. മുൻപ് നടന്ന അപകടങ്ങൾ കാരണം ഇവിടേക്കുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചിരുന്നു. ദൂരെ നിന്ന് കണ്ട മലനിരകൾ ഇതാ ഇവിടെ നമ്മളെ തൊട്ടുരുമി നിൽക്കുന്നു. ഉയരം കൂടുന്തോറും കാഴ്ചകൾക്ക് കൂടുതൽ വ്യക്തത കൈവരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലകളും മുളവൂർ കാടുകളും താഴെ വിദൂരത്തിൽ കാണുന്ന ഗ്രാമങ്ങളും പുഴകളും മാത്രമോ, മേഘങ്ങൾ ഭൂമിയെ തൊട്ടുരുമി നിൽക്കുന്നതും കാണാം. അലൗകികം എന്ന് തോന്നിക്കുന്ന സ്വപ്ന തുല്യമായ അനുഭവം. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം സൂര്യോദയ സമയത്തുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ്. കോടമഞ്ഞിന്റെ പുതപ്പണിഞ്ഞു നിൽക്കുന്ന മലനിരകളുടെ കാഴ്ച പകരുന്ന രസാനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞ് കാറ്റിനോടൊപ്പം മരങ്ങളെ തഴുകി ഒഴുകി നീങ്ങുമ്പോൾ തണുത്ത കാറ്റിന്റെ കുളിര് നമ്മെ ഒരു അനുരാഗിയുടെ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നാം എത്ര ഉയരത്തിലാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കോടമഞ്ഞ് ചുറ്റും നിറയും. തൊട്ടടുത്തുള്ള മലനിരകൾ പോലും അതിൽ മറയും. മരങ്ങൾക്കിടയിലൂടെ മഞ്ഞുകണങ്ങളിൽ തട്ടി സൂര്യരശ്മികൾ സ്വർണപ്രഭ ചൊരിഞ്ഞ് വ്യാപിക്കുമ്പോൾ
ആ കാഴ്ച മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിരേകും. വിദൂരതയിലുള്ള മലകൾ കോടമഞ്ഞിന്റെ വെണ്മയിൽ ഒരു പഞ്ഞിമല പോലെ തോന്നിപ്പിക്കും. താഴ്വരകൾ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്താണോ നമ്മളെന്ന് ഒരു വേള തോന്നിപ്പോകും. തിരികെ പാറകളിലൂടെ ഇറങ്ങുമ്പോൾ ഇളം കാറ്റും മഞ്ഞു നിറഞ്ഞ അന്തരീക്ഷവും നമ്മളെ തഴുകി നീങ്ങും. കോടമഞ്ഞ് നമ്മളെയും മരങ്ങളെയും പുണർന്നു പോകുന്ന ആ നിമിഷങ്ങളിൽ ഈ യാത്ര അവസാനിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5500 അടി മുകളിലാണ് നമ്മൾ എന്ന കാര്യം പോലും അപ്പോൾ വിസ്മരിച്ചു പോകും. സൂര്യോദയത്തിന് മുന്നേ ഇവിടെ എത്തിയാൽ ഇരുട്ടിൽ നിന്നുദിക്കുന്ന സൂര്യരശ്മികൾക്കൊപ്പം മഞ്ഞുപാളികൾ പ്രത്യക്ഷപ്പെടുന്നതും മഞ്ഞുമെത്തകൾ രൂപം കൊള്ളുന്നതും കാണാം. തലേ ദിവസം മഴ പെയ്യുകയും പിറ്റേ ദിവസം കാലാവസ്ഥ തെളിയുകയും ചെയ്താൽ ഈ മനോഹര ദൃശ്യം തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ വന്നുപോയ യാത്രികരിൽ ആരോ വലിച്ചെറിഞ്ഞ കുറെ കുപ്പിച്ചില്ലുകളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഇവിടെ കാണുന്നുണ്ട്. പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ അപകടകരമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. പ്രകൃതിയെ സ്നേഹപൂർവ്വം പരിചരിച്ചും ഒട്ടൊക്കെ സാഹസികമായും സഞ്ചരിച്ച് ഈ പറുദീസയിലെത്തിയാൽ ആ അനുഭവം നിങ്ങൾക്കൊരിക്കലും മറക്കാനാകില്ല.
അതിരാവിലെ മുതൽ സഞ്ചാരികൾക്കായി ഇവിടെ 2 ചെറിയ കടകൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന മിഠായി ഭരണികളും ചൂടുള്ള ചായയും പുഴുങ്ങിയ മുട്ടയും ബജ്ജിയും പഴംപൊരിയും ഒക്കെയായി ആ ചെറിയ കടകൾ നമ്മളെ കാത്തിരിക്കും. കണ്ണുകൾക്കും മനസ്സിനും സന്തോഷം നൽകുന്ന കാഴ്ചകളോടൊപ്പം നാവിനും അല്പം സന്തോഷമാകാം. ഈ നാടൻ രുചി നിങ്ങളുടെ യാത്രയ്ക്ക് പൂർണ്ണതയേകും. കോട്ടപ്പാറയിൽ നിന്ന് വണ്ണപ്പുറത്തേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും നയന മനോഹരവും ചേതോഹരവുമാണ്. ഈ വഴിയിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറക്കങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ വലിയ ഗിയറിൽ തന്നെ നീങ്ങാൻ ശ്രമിക്കുക. തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിച്ചിറങ്ങുന്നത് ബ്രേക്കിന്റെ കാര്യക്ഷമത കുറയ്ക്കാനും അപകടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യുക.